അനാട്ടമി എനിക്ക് എത്ര പഠിച്ചിട്ടും ഒന്നും ചെയ്യാനാവുന്നില്ലായിരുന്നു. അപ്പം എക്സാമിൻ്റെ തലേന്ന് വരെ 10 മണി വരെ ഞാൻ കരയുമായിരുന്നു. എനിക്കൊന്നും പഠിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി ഞാൻ ഫെയിലായ എൻ്റെ അമ്മയ്ക്ക് എത്ര സങ്കടം ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ ഈശോയുടെ എൻ്റെ അടുത്തൊരു കരുണയുടെ ഈശോയുടെ രൂപം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈശോയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ റിസൾട്ട് വരുമ്പോൾ എനിക്കൊന്നും വേണ്ട, എൻ്റെ അമ്മയൊന്ന് ചിരിച്ചാൽ മതി എന്നായിരുന്നു. അപ്പം എൻ്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ 2 വിഷയവും ക്ലിയർ ആക്കി. സെക്കൻഡ് ഇയർ സെക്കൻഡ് ക്ലാസ്സോട്ടാണ് ഞാൻ പാസ്സായത്. എനിക്ക് എക്സാമിന് ഒന്നും അറിയത്തില്ലായിരുന്നു. ഫാർമക്കോളജി ഒന്നും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എനിക്കറിയുന്ന ഡ്രഗിൻ്റെ ഒക്കെ പേരാണ് ഞാൻ എഴുതിയിരുന്നത്. എന്നിട്ട് തേർഡ് ഇയറിലെ എക്സാമിന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇനി ഞാൻ പാസ്സാകുമെന്ന്. കാരണം ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചു. പിന്നെ തൈലം എഴുത്ത് നെറ്റി പുരട്ടി, അതുപോലെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ തേർഡ് ഇയറിൻ്റെ എക്സാം എഴുതിയിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു. എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാതെ അത് തല കിരിച്ച് പിടിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചത്. എനിക്കറിയുന്ന പോലെ ഞാൻ എഴുതി വെച്ചു. പക്ഷെ എൻ്റെ മാതാവ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്ന് എന്നെ തേർഡ് ഇയറിൽ അനുഗ്രഹിച്ചു.